അമ്പെയ്ത്ത് മത്സരം. അർജുനൻ ദ്രൗപദിയെ അമ്പെയ്ത് നേടിയതുപോലെ നമുക്കിവിടെ അമ്പെയ്ത് ആരെല്ലാം നേടുന്നു എന്ന് നമുക്ക് കാണാം. ആദ്യമായി നമ്മുടെ കൂടെ അമ്പെയ്യാനുള്ളത് അവരെ ഒന്ന് പരിചയപ്പെടാം. ഒരു കുടുംബമാണ്, അവരെ ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെ? മൻസൂർ. ബീന. ഷാനി. ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. ഏതെല്ലാം മത്സരങ്ങളിൽ? അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇല്ല. സ്പോർട്സ് ഏതിലെല്ലാം? സ്പോർട്സ് വോളിബോള്, ക്രിക്കറ്റ്. പക്ഷെ ആ കളികൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അല്ലേ? ഇതും ലക്ഷ്യമാണ്. കൊണ്ടില്ലെങ്കിൽ സമ്മാനമില്ല. ഓ രക്ഷയില്ല. അടുത്തയാള്. ഓക്കെ, എല്ലാവരും രക്ഷയില്ല. അദ്ദേഹവും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്യബോധമുള്ള ആളാണ്. ഞാൻ ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു കണ്ണയച്ചോ. കൈയടിക്കുക, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. വാവ്. പക്ഷെ ഐശ്വര്യ റായിലായിപ്പോയി. ഏതെങ്കിലും മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് മത്സരത്തിൽ. പക്ഷെ കഥ കേട്ടിട്ടുണ്ടാവില്ല അമ്പെയ്ത് ആരെ നേടിയതായിട്ട് ഒരു കഥയുള്ളത്. അമ്പെയ്ത് ആരോ നേടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മയിട്ടില്ല. ദ്രൗപദി. അർജുനൻ ദ്രൗപദിയെ നേടി. പക്ഷെ അർജുനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. വളരെ നല്ല ലക്ഷ്യബോധത്തോടെയാണ് അദ്ദേഹം വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. രക്ഷയില്ല, തോറ്റുപോയി. അടുത്ത ആള്. സ്കൂളിൽ എന്തെങ്കിലും മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. ഒരു മത്സരത്തിനും പങ്കെടുക്കില്ല. പഠനമാണ് ലക്ഷ്യം. ഇതും അതെ, ഇതും ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് പഠന ലക്ഷ്യമായവർക്കും കളി ലക്ഷ്യമായവർക്കും ഈ കളിയിൽ പങ്കെടുക്കാം. മുഹമ്മദ് ഷായുടെ അമ്പെയ്ത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അദ്ദേഹം വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മാനം കൊണ്ടുപോയിട്ടില്ല. ഇന്ന് വ്യത്യസ്തമായൊരു കളിയാണ് കേട്ടോ, അമ്പെയ്ത്ത് മത്സരം. സാധാരണ അമ്പെയ്യാൻ തുടങ്ങുമ്പോൾ വീട്ടിലൊക്കെ നമ്മളെ വഴക്ക് പറയും അല്ലേ, അമ്പെയ്ത്ത് കളിക്കില്ലേ, കണ്ണിക്കൊള്ളും മൂക്കിക്കൊള്ളും. ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. അമ്പെയ്ത്ത് മത്സരമാണ്. അമ്പെയ്യാൻ്റെ സാധനമാണ് നമ്മൾ. കൈവിട്ട് പ്രോത്സാഹിപ്പിച്ചേ. രക്ഷയില്ല. അടുത്തയാള്. ആൻഡിലാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡിൽ കൊള്ളിക്കണം. ഓ സ്വല്പം മാറിപ്പോയി, സാരമില്ല. ആ കൊച്ചുകുട്ടി എത്ര കോൺസെൻട്രേഷനോടെ. രക്ഷയില്ല. പാട്ടൊക്കെ പാടൂല്ലേ? സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേറിജിലാം ചെമ്പക പൂവിനൊത്ത നിറമാം ചന്ദനമേനി നിന്റെ മഹിമാം. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. എത്തിയില്ല, ലക്ഷ്യത്തിലെത്തിയില്ല. ചേച്ചിയുടെ പേരെങ്ങനെയാ? സലീന. വീട് മൂവാറ്റുപുഴ തന്നെയാണ്? മൂവാറ്റുപുഴ. ഈ അമ്പെയ്താൻ ഇത്ര ഉത്സാഹത്തോടെ വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തിലൊക്കെയോ പങ്കെടുത്ത ഒരു പരിചയം ഉണ്ടെന്ന്. ഇല്ല, ഒന്നിലും പങ്കെടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം ഒരു ലക്ഷ്യത്തിൽ കാണണം. ശരി. ഇല്ല, രക്ഷയില്ല. ഹൗസ് വൈഫുമാരാണ് ഇന്ന് കൂടുതൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വളരെ താല്പര്യത്തോടെ വന്നിരിക്കുന്നത്. അത് ആ G&G ബ്യൂട്ടിക്കോണിൻ്റെ ആകർഷണമാണെന്ന് തോന്നുന്നു അല്ലേ? റെഡി, 1 2 3. ഓ രക്ഷയില്ല, ലക്ഷ്യത്തിലെത്തിയില്ല. പേരെങ്ങനെയാ മോളുടെ? രഹനാരിയ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9. ഏത് സ്കൂളിലാണ്? സെന്റ് ഓസ്റ്റൻസിൽ. അപ്പം നമുക്ക് ആൻഡിൽ കൊള്ളിച്ചാലേ സമ്മാനമുള്ളൂ. സമ്മാനമുണ്ട്. വളരെ കോൺസെൻട്രേഷനോടെയാണ് 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് ചാടുവാനുള്ള ഒരു കോൺസെൻട്രേഷൻ. ശരി, വെരി ഗുഡ്. പക്ഷെ ലക്ഷ്യത്തിലെത്തിയില്ല. സ്റ്റാർട്ട്, തുടങ്ങും. രക്ഷയില്ല, ലക്ഷ്യം പാഴായി. മത്സരത്തിൽ പങ്കെടുക്കാൻ വീണ്ടും ഒരു വീട്ടമ്മ വളരെ ഉത്സാഹത്തോടെ എത്തിയിരിക്കുകയാണ്. ആദ്യം പേര് ചോദിക്കാം. സുലു. മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ആകാംക്ഷ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ആകാംക്ഷയെ ലക്ഷ്യത്തിലെത്തിക്കാം അല്ലേ? ഏതാണ് ലക്ഷ്യം? G&G. മോനും വന്ന് സഹായിക്കാൻ തുടങ്ങുന്നുണ്ട്. നോക്കട്ടെ. ഇല്ല, രക്ഷയില്ല. അമ്പ് പാഞ്ഞു പോയോ, പക്ഷെ ലക്ഷ്യത്തിലെത്തിയില്ല. ഷെജിയാണ് ഇനി അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഷെജിയുടെ ലക്ഷ്യം ആൻഡാണ്. തുടങ്ങാം. ഷെജിക്ക് തുടങ്ങാം. വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഷെജിയെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. ഷെജിയെ പ്രോത്സാഹിപ്പിക്കൂ. രക്ഷയില്ല. അമ്പെയ്ത്ത് മത്സരം പൊതുവെ പഴയ രാജാക്കന്മാർ ചെയ്തൊരു കല, പിന്നെ വിനോദമായിരുന്നു. അതല്ലെങ്കിൽ അമ്പെയ്ത്തും നായാട്ടിനവർ പോയിരുന്നു. അമ്പെയ്ത്ത് വലിയൊരു സമ്മാനം ഒരു പുരുഷൻ നേടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഏതാണെന്നറിയോ? ദ്രൗപദിയെ. അർജുനൻ ദ്രൗപദിയെ നേടിയത് അമ്പെയ്ത്ത് മത്സരത്തിലൂടെയാണ്. അബു നേടാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അബുവിൻ്റെ സുഹൃത്തുക്കളൊക്കെ. രക്ഷയില്ല. അമ്പെയ്ത്ത് മത്സരത്തിൽ അടുത്തതായി പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാ? അശ്വിനി. അമ്പിളി. ഏത് ക്ലാസ് പഠിക്കുന്നു? 9. ഏത് സ്കൂളിലാണ്? SNDP. ഞാൻ അമ്മയ്ക്ക് വിദ്യാലയം. അശ്വിനിയാണ് അമ്പെയ്ത്ത് മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. SNDP സ്കൂളിലെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അശ്വിനി അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകണം. എല്ലാവരും അശ്വിനിയുടെ കൂട്ടുകാരൊക്കെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. തുടങ്ങാം.
രക്ഷയില്ല. അശ്വിനി തോറ്റുപോയെടുത്ത് അമ്പിളി ഒന്ന് പരീക്ഷിക്കുകയാണ്. അമ്പിളിയാണ് അടുത്ത ചാൻസിനായി കാത്തിരിക്കുന്നത്. അമ്പ് പിടിക്കുവാൻ അമ്പിളി പരിശീലിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് അമ്പ് കൊള്ളിച്ചത്. പക്ഷെ ലക്ഷ്യത്തിലെത്തിയില്ല. എത്ര ഉത്സാഹത്തോടെയാണ് ഒരു അമ്മച്ചി നമ്മളുടെ അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. നോക്കുക, ആദ്യം അമ്മച്ചിയെ പരിചയപ്പെടാം. പേരെങ്ങനെ? ഖദീജ. എവിടെ വീട്? പുളിഞ്ചോട്. മത്സരത്തിലൊക്കെ പങ്കെടുക്കാറില്ല? ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിലൊന്ന് പങ്കെടുത്ത് കളയാൻ തോന്നിയത്? നിങ്ങളൊക്കെ കാണിക്കണം ഒരു താല്പര്യം. ഇതാ കൊച്ചുമകൻ വന്നിരിക്കുന്നു പരിശീലിപ്പിക്കാൻ. ഇവിടെ ഈ കൈ ഇവിടെ പിടിക്കും. ഏത് കൈയാ? ഏതെങ്കിലും ഒരു കൈ പിടിച്ചാൽ മതി. ശരി, ഇതിലൊന്നും പിടിക്കണ്ട. ഓക്കെ, അപ്പൊ ശരി, വലിച്ചോ, വിട്ടോ. അമ്പ് വിടൂ. വെരി ഗുഡ്. സമ്മാനമൊന്നു വേണ്ടേ അമ്പ, ഇത് സമ്മാനമൊന്നു വേണ്ടേ? വാ, നമുക്ക് തുടങ്ങാം. വെരി ഗുഡ്. നല്ല ഫോഴ്സിൽ പോയെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല. ഇല്ല, രക്ഷയില്ല. ഐശ്വര്യ റായുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. ശ്രദ്ധിക്കും, ഐശ്വര്യ റായിലേക്കാണ് ലക്ഷ്യം. തുടങ്ങാം. നമ്മൾ മത്സരത്തിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. സമ്മാനമുണ്ട് കേട്ടോ. GNG ബ്യൂട്ടിക്കോണിൽ കൊള്ളിച്ചാൽ സമ്മാനമുണ്ട്. ഈ അമ്പ ഇതിങ്ങനെ ലക്ഷ്യത്തിലെത്തിച്ച് ഒരാള് വലിയൊരു സമ്മാനം നേടിയിട്ടുണ്ട്. ആരാണെന്നറിയാം? അതാരാക്കോ? അമ്പ ലക്ഷ്യത്തിലെത്തിച്ച് വലിയ സമ്മാനം മേടിച്ച് ശ്രീരാമനാ? ശ്രീരാമനല്ല, ശ്രീരാമൻ വില്ല് ഒടിച്ചാണ് ലക്ഷ്യത്തിലെത്തിയത്. സുരേഷ് ഇപ്പോൾ അമ്പ ഇത് നേടാൻ പോകുന്ന സമ്മാനങ്ങൾ പലതാണ്. ശ്രമിച്ചു നോക്കാം. പേരെങ്ങനെ? ഷമീർ. ഷമീർ മൂവാറ്റുപുഴയിലാണല്ലോ. കോതമംഗലത്ത് നിന്ന് അമ്പ ചെയ്യാൻ വന്നിരിക്കുകയാണ്. തുടങ്ങാം. രക്ഷയില്ല. അടുത്തയാള്. അമ്പ ഇത് കൃത്യ ലക്ഷ്യത്തിലെത്തിയാൽ സമ്മാനങ്ങളുണ്ട്, അതിലൊരു സംശയം വേണ്ട. രക്ഷയില്ല. GNG ബ്യൂട്ടിക്കോൺ. രക്ഷയില്ല. ലക്ഷ്യത്തിന് നമ്മുടെ ലക്ഷ്യം GNG ബ്യൂട്ടിക്കോൺ ആയിരുന്നു ജമാലെ. എങ്കിൽ പോലും ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തിയ ജമാലിന് GNG ബ്യൂട്ടിക്കോൺ നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട്. ഈ ഗിഫ്റ്റ് കൂപ്പണുമായിട്ട് GNG ബ്യൂട്ടി പാർലർ ബ്യൂട്ടിക്കോണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സമ്മാനം കിട്ടുന്നതാണ്. അതുകൂടാതെ മൂവാറ്റുപുഴയിലെ വളരെ പ്രശസ്തമായ ഫോട്ടോ ക്യുക്ക് ലേസർ കളർ ലാബ് ആൻഡ് ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന ഒരു ഡിസ്കൗണ്ട് കാർഡുണ്ട്. ഇതുമായിട്ട് ഫോട്ടോ ക്യുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർക്കിനും അവിടെ ഡിസ്കൗണ്ട് തരുന്നതാണ്. വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കൈ കൊട്ടിക്ക്. അനന്ത് പാട്ട് പാടി അമ്പ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടിയിട്ടാണ് അനന്തു വന്നിരിക്കുന്നത്. അമ്പയ്യ അറിയോ അനന്തുവിന്? ഇതാ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, തുടങ്ങാം. ഇതിൽ പിടിക്കും. തുടങ്ങാം. നോക്കൂ. ഓക്കെ, അനന്തു ചേട്ടന്മാരെ തോൽപ്പിക്കാൻ പോവുകയാണ്. ലക്ഷ്യത്തിൽ കൊള്ളിക്കുക. തുടങ്ങാം. ഐശ്വര്യ റായി ആണല്ലോ. ലക്ഷ്യം മാത്രമായിരിക്കണം. GNG ബ്യൂട്ടിക്കോൺ. രക്ഷയില്ല. ജബീന അമ്പ ചെയ്യാൻ തുടങ്ങിയാണ്, ശ്രമിക്കുകയാണ്. ശരി, ലക്ഷ്യം പാളിപ്പോയി, സാരമില്ല. മത്തായി ചേട്ടനാണ് അടുത്തായിട്ട് അല്ലേ? ലക്ഷ്യം കാണുന്നുണ്ടോ? മത്തായി ചേട്ടൻ ലക്ഷ്യം കാണുന്നുണ്ടോ? ഏതിലാ കൊടുക്കണ്ടേ? GNG ബ്യൂട്ടിക്കോൺ കാണുന്നുണ്ടോ? മോള് അമ്പ ചെയ്യാൻ വന്നിരിക്കുക. മോളുടെ പേരെങ്ങനെ? കൃഷ്ണ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാ. ഏത് സ്കൂളിലാണ്? കാരക്കുന്ന്. മോള് പാട്ടൊക്കെ പാടുമോ? ഒരു പാട്ട് പാടും പ്രദർശനത്തിന് വേണ്ടിയിട്ട്. മഞ്ഞക്കിളി മൈനക്കിളി മൈലാഞ്ചിക്കിളി മഞ്ഞളിഞ്ഞ മാമ്പയിലൊന്നു വാക്കിളി പച്ചമരത്തിന് കൂടുണ്ടോ ലാലൽ തിരുനാളോ എൻ്റെ കൂടെ പോരും. ഓക്കെ, സ്കൂളിൽ നിന്ന് പഠിച്ചല്ലേ? അമ്പയ്യാൻ പഠിച്ചിട്ടുണ്ടോ? കൃഷ്ണയ്ക്ക് ലക്ഷ്യം കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, രക്ഷയില്ല. പേരെങ്ങനെ? പേര് സജീവ് ചേട്ടനാണ് ഇന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തുടങ്ങാം. അത് ഞങ്ങളോട് ക്ഷമിക്കാം. പക്ഷെ ഒരു പ്രോത്സാഹന സമ്മാനം. GNG ബ്യൂട്ടിക്കോൺ. അത് മാത്രമാണ് ലക്ഷ്യം അല്ലേ? തുടങ്ങാം. GNG ബ്യൂട്ടിക്കോൺ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എന്റെ കൽവിലെ സ്വപ്നമാണിതീ സഫയിലൊന്നു പോകാം. നല്ല മൊഞ്ചുള്ള
സഫയിലേക്ക് പോകാം. സഫ നൽകും പ്രദക്ഷിണം ഇനിയെന്നും സഫ നൽകും പ്രദക്ഷിണം. പേരെങ്ങനെയാ? അൻഷാദ്. അൻഷാദ് എന്തെല്ലാം കാണുന്നുണ്ട്? ബ്യൂട്ടി കോൺ. പിന്നെ ബ്യൂട്ടി പാർലർ. കണ്ട അർജുനൻ മാത്രമേ പക്ഷിയുടെ കണ്ണുകൾ കണ്ടുള്ളൂ. അതുപോലെ നമ്മൾ വെരി ഗുഡ്. സമ്മാനമുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കരുനിക്കും നമ്മളുടെ ലക്ഷ്യത്തിലെത്തിച്ചിരിക്കുന്ന ആളെ ഒന്നുകൂടെ പരിചയപ്പെടാം. പേരെങ്ങനെ? അൻഷാദ്. എവിടെ? മൂവാറ്റുപുഴയാണോ? പെരുമ്പാവൂർ. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഇവിടെ ഇപ്പൊ എന്താ പാർക്കിൽ വരാൻ വേണ്ടി മാത്രം വന്നാണ്? സിനിമയ്ക്ക് വന്നു. സിനിമ കാണുന്നതിന്റെ ഇടവേളയിലൊന്ന് അമ്പയ്യാന്ന് എഴുതി. സിനിമ കണ്ടിട്ട് വന്നതാ. വെരി ഗുഡ്. G&G ബ്യൂട്ടികോൺ ലക്ഷ്യമാക്കി അമ്പെയ്ത അൻഷാദിന് സമ്മാനം നൽകുകയാണ്. G&G ബ്യൂട്ടികോൺ നൽകുന്ന ഒരു ഇശൽ തേൻകണത്തിൻ്റെ ഒരു CD. അതുകൂടാതെ മൂവാറ്റുപുഴ TB ജംഗ്ഷനിൽ ഉള്ള ഫോട്ടോക്യൂക്ക് ലേസർ കളർ ലാബ് ആൻഡ് ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന ഒരു സമ്മാന കൂപ്പണുണ്ട്. ഡിസ്കൗണ്ട് കൂപ്പണാണ്. ഇതുകൊണ്ട് ഫോട്ടോക്യൂക്കിൽ ചെന്നാൽ ഏത് തരം വർക്കിനും അവിടുന്ന് നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ അൻഷാദിൻ്റെ അമ്മയ്ക്കായിട്ടാണ് ഞങ്ങളൊരു സമ്മാനം തരുന്നത്. ഗ്രാൻഡ് മാസ് ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന ഒരു ഉപഹാരം. കൈയടിയോ?